1925 ആരംഭിച്ച RSS എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുകയാണ്. കേന്ദ്രത്തിൽ 11 വർഷത്തോളമായി നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് തന്നെ RSS വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. RSSന് അനുകൂലമായും എതിരായും നിരവധി പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് RSSനെ വസ്തുനിഷ്ഠമായി മുൻവിധികളോടെ അല്ലാതെ RSSനെ കുറിച്ച് വിലയിരുത്തുന്ന ഒരു പുസ്തകമാണ് RSS എ വ്യൂ ടു ദ ഇൻസൈഡ് എന്ന പേരിൽ വാൾട്ടർ കെ ആൻഡേഴ്സണും ശ്രീധർ ധാമലയും ചേർന്ന് എഴുതിയ പുസ്തകം. നേരത്തെ 1987 ദ ബ്രദർഹുഡ് ഇൻ സാഫ്രൺ എന്ന പുസ്തകം എഴുതിയ അതേ രണ്ടുപേർ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തക പരിചയം നടത്തുകയാണ് ശ്രീ പ്രദീപ് കൃഷ്ണൻ. നേരത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരനായിരുന്ന പ്രദീപ് കൃഷ്ണൻ എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനുമാണ്. കഴിഞ്ഞ ഒരു ശതാബ്ദമായി ഭാരതമാകെ പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSS എന്താണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇന്ത്യയെ ഒരു മതാധിപത്യ രാഷ്ട്രമാക്കുക എന്ന ആശയത്തോടെ രൂപീകരിച്ച ഒരു രഹസ്യ സംഘമാണോ അത്? 1925 സ്ഥാപിതമായത് മുതൽ 100 വർഷങ്ങളായി ഒരു പിളർപ്പുമില്ലാതെ ഈ സംഘടന എങ്ങനെ നിലനിൽക്കുന്നു? ആയിരക്കണക്കിന് നിസ്വാർത്ഥരായ പ്രവർത്തകരെ പ്രചോദിപ്പിക്കാനും പ്രവർത്തന നിരതരാക്കാനും സംഘടനയ്ക്ക് എങ്ങനെ കഴിയുന്നു? എന്താണ് സംഘത്തിന്റെ ഹിന്ദുത്വ ആശയം? RSSനെ കുറിച്ച് ഇടതുപക്ഷ ലിബറൽ മാർക്സിസ്റ്റുകളും കപട മതേതരവാദികളും ബോധപൂർവം നടത്തുന്ന കുപ്രചാരണങ്ങൾക്കിടയിൽ ചിന്തിക്കുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. രസകരമെന്ന് പറയട്ടെ, നിക്ഷിപ്ത താല്പര്യക്കാർ അഴിച്ചുവിട്ട നിഷേധാത്മക പ്രചാരണങ്ങൾക്കിടയിലും സംഘം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ഇന്ത്യയുടെ മുക്കിലും മൂലയിലും മാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ മതം, ജാതി, വർണ്ണം, വിഭാഗം, വംശം എന്നിവയ്ക്കൊക്കെ അതീതമായി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്ന കാതലായ ആശയ പൂർത്തീകരണത്തിനായി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത്തരുണത്തിലാണ് ശ്രീ ശ്രീധർ ധാംലെയും ശ്രീ വാൾട്ടർ ആൻഡേഴ്സണും സമഗ്ര പഠനം നടത്തി രചിച്ച ദി RSS എ വ്യൂ ടു ദ ഇൻസൈഡ് എന്ന 2018 പ്രസിദ്ധീകരിച്ച പുസ്തകം പ്രാധാന്യം അർഹിക്കുന്നത്. ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ നിന്ന് വ്യത്യസ്തമായി RSSന്റെ പ്രവർത്തകരുമായി വിപുലമായ കൂടിക്കാഴ്ചകളും സംവാദങ്ങളും നടത്തിയാണ് അവർ ഈ ഗ്രന്ഥം രചിച്ചത്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഘത്തെക്കുറിച്ച് ഇവർ തന്നെ പ്രസിദ്ധീകരിച്ച ദ ബ്രദർഹുഡ് ഇൻ സാഫ്രൺ എന്ന കൃതിയുടെ ഒരു അനുബന്ധമായാണ് ഈ ഗവേഷണ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത്. 1987 പഠനം ധാംലെയും പഠനത്തിൽ അവർ ഇങ്ങനെയാണ് നിരീക്ഷിച്ചത്. ഡോക്ടർ ഹെഡ്ഗേവാർ വ്യക്തിയുടെ സ്വഭാവ നിർമ്മാണത്തിനായി RSSൽ ഒരു നിത്യ പരിശീലന പ്രക്രിയ ഉൾപ്പെടുത്തി. അത് ദേശസ്നേഹം, അച്ചടക്കം, ജോലിയിലെ പ്രതിബദ്ധത എന്നിവയ്ക്ക് ഊന്നൽ നൽകി. പ്രബുദ്ധനായ ഒരു അധ്യാപകന്റെ കീഴിൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾ നേടുന്ന പരിശീലനം അവരെ ആത്മബോധമുള്ളവരാക്കുന്നു എന്ന ഹിന്ദു സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രക്രിയ. സത്യത്തിൽ അത് അദ്വൈത വേദാന്തത്തിന്റെ ഒരു പതിപ്പായിരുന്നു. അതായത് എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഒന്നാണെന്ന ആത്മീയ നിലപാട് ഹിന്ദു സമൂഹത്തിൽ അവർ പ്രയോഗിച്ചു. യാഥാസ്ഥിക പ്രതിരോധത്തെ അവഗണിച്ച് ആധുനിക സാങ്കേതിക വിദ്യ, ശാസ്ത്രീയ അറിവ്, സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തിലും സംസ്കാരത്തിലുമുള്ള സ്ഥാനം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമായിട്ടാണ് RSSനെ വിഭാവന ചെയ്തത്. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ നടത്തിയ ഈ നിരീക്ഷണം ഇന്നും വളരെ പ്രസക്തമാണ്. സംഘത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന സത്യം ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടിയാണ് RSSനെതിരെയുള്ള പല വിമർശനങ്ങളും കുപ്രചാരണങ്ങളും ഉയർന്നു വരുന്നത്. 1987 മുതൽ 2018 വരെയുള്ള കാലയളവിൽ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള ഗണ്യമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മറ്റൊരു പഠനം നടത്താൻ തീരുമാനിച്ചതെന്ന് ഗ്രന്ഥകർത്താക്കൾ പറയും. മാത്രമല്ല, ഭാരതത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിലെ മാറ്റങ്ങളും പ്രത്യേകിച്ചും ദീർഘകാലമായി അധികാരം കൈയാളിയിരുന്ന കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി BJP ഭരണത്തിലെത്തിയതും RSSന്റെ വർദ്ധിച്ച ജനപ്രീതിയും ഈ വിഷയം വീണ്ടും പഠിക്കാൻ ഗ്രന്ഥകാരന്മാരെ പ്രേരിപ്പിച്ചു അത്രേ. ഈ പുതിയ പഠനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് RSS എങ്ങനെയാണ് സംഘടനയുടെ സന്ദേശം അനുബന്ധ സംഘടനകളിലൂടെ വിജയകരമായി ജനങ്ങളിൽ എത്തിക്കുന്നത്,
എങ്ങനെയാണ് RSS അതിൻ്റെ പരിവാർ സംഘടനകളുമായി ആരോഗ്യകരമായ ബന്ധം, പ്രത്യേകിച്ചും അതിൻ്റെ രാഷ്ട്രീയ പരിവാർ സംഘടനയുമായി നിലനിർത്തി പോരുന്നത്? RSS കുടുംബത്തിലെ സംഘടനകളെ ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സംഘത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയ എങ്ങനെ രൂപപ്പെടുന്നു? ജനാധിപത്യം, മതേതരത്വം, ഹിന്ദുത്വം എന്നിവയെ പറ്റിയുള്ള പരിവാറുകളുടെ ധാരണയെ സംഘം എങ്ങനെ രൂപപ്പെടുത്തുന്നു? പുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. 1925 മുതലുള്ള RSSന്റെ ചരിത്രം പരിശോധിച്ചാൽ 90കളുടെ തുടക്കം മുതൽ RSS ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര സംഘടനകൾ ഒന്നായി വളർന്നു വന്നിരിക്കുന്നു. ഏകദേശം 83,000 ദൈനംദിന ശാഖകൾ, 32,000 പ്രതിവാര ശാഖകൾ, 8,000 പ്രതിമാസ ശാഖകൾ എന്നിവയിൽ 1.5 മുതൽ 2 ലക്ഷം വരെ പേർ സ്ഥിരമായി പങ്കെടുക്കുന്നു. ഇതിനു പുറമെ ഏകദേശം 6 ദശലക്ഷം സജീവമല്ലാത്ത സ്വയം സേവകരും. സംഘത്തിലെ 6,000 പ്രചാരകരിലെ മുഴുവൻ പ്രവർത്തകരായ പ്രചാരകരിലെ പകുതിയോളം നേരിട്ട് സംഘ ചുമതലകൾ വഹിക്കുമ്പോൾ ബാക്കിയുള്ളവർ അനുബന്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. RSSന്റെ അടിത്തറയായ ദൈനംദിന ശാഖകളിൽ ജാതി, വർഗ, വർണ്ണ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു സാഹോദര്യവും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം വളർത്തിയെടുക്കാനും ലക്ഷ്യമിടുന്നു. പുസ്തകത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായുള്ള സംഘടനയുടെ പ്രവർത്തന അവലോകനമാണ്. പൊതുചർച്ചകളിലെ വർദ്ധിച്ചു വരുന്ന RSSന്റെ സ്വാധീനം, സംഘവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുടെ പഠനം, വിദേശ രാജ്യങ്ങളിലെ RSSന്റെ സ്വാധീനം, വിദ്യാഭ്യാസ രംഗത്തെ സംഘത്തിന്റെ പങ്കാളിത്തം എല്ലാം വിശദമായി വിശകലനം ചെയ്യുന്നു. അടുത്ത 9 അധ്യായങ്ങൾ 9 വ്യത്യസ്ത വിഷയങ്ങളിൽ ഓരോന്നിലും സംഘം എങ്ങനെ ഇടപെട്ടു എന്ന് ആഴത്തിൽ പരിശോധിക്കുന്നു. ഇവയിൽ മുസ്ലിങ്ങളോടുള്ള RSSന്റെ സമീപനം, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, ഗോസംരക്ഷണം, രാമജന്മഭൂമി പ്രശ്നം മുതലായവ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാതെ സംഘാധികാരികൾ, താഴെത്തട്ടിലെ പ്രവർത്തകർ, പൊതുസമൂഹത്തിൽ ലഭ്യമായ വിവരങ്ങൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ച് വിശദമായി വിശകലനം നടത്തി പഠനം അവതരിപ്പിച്ചതിന് ഗ്രന്ഥകർത്താക്കളെ അഭിനന്ദിക്കണം. അതിനാൽ തന്നെ ഈ ഗവേഷണം ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ വികലമായ സ്റ്റീരിയോ ടൈപ്പ് പഠനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. RSSനെ സമഗ്രമായി മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകത അവർ ഊന്നിപ്പറയുന്നു. പുസ്തകത്തെക്കുറിച്ച് പ്രശസ്ത പണ്ഡിതനും ചിന്തകനുമായ ശ്രീ അരവിന്ദൻ നീലകണ്ഠൻ എഴുതിയത്, സ്വാഭാവികമായും ഈ പുതിയ പുസ്തകം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകരെയും ആവേശഭരിതരാക്കുന്നു. ഈ സമയത്ത് ഇരു ഗ്രന്ഥകർത്താക്കൾക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ അവർ ആകാംക്ഷയുള്ളവരായിരിക്കും. RSSന് ധാരാളം നെഗറ്റീവ് മീഡിയ അക്കാദമിക് പ്രചരണം നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ RSSകാർ രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിനാൽ. ഈ പഠനത്തിൽ കഴിഞ്ഞ 25 വർഷമായി RSSന്റെയും അതിൻ്റെ പരിവാർ സംഘടനകളുടെയും ദ്രുതഗതിയിലുള്ള വികാസം, അത് പ്രവർത്തിക്കുന്ന രീതിയെയും രാഷ്ട്രത്തിന് മുന്നിൽ തങ്ങളുടെ സന്ദേശം വിജയകരമായി എത്തിക്കുന്നതിലുമാണ് രചയിതാക്കൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. RSSനെ കുറിച്ച് യാതൊരു പക്ഷപാതവുമില്ലാതെ ആധികാരികമായ ഒരു കൃതി പുറത്തിറക്കിയതിന് ഈ 2 അമേരിക്കൻ അക്കാദമിക വിദഗ്ധർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള മാധ്യമങ്ങളും ഹിന്ദുത്വ ഭീതി പരത്തുന്ന അക്കാദമിക് സമൂഹവും പ്രചരിപ്പിച്ച നിരവധി നുണകളെയും അസംബന്ധങ്ങളെയും ഈ പുസ്തകം വ്യക്തമായ തെളിവുകളിലൂടെ തുറന്നു കാട്ടുന്നു. 1925 മുതൽ RSS നേതൃത്വം നൽകുന്ന ഹിന്ദു നവോത്ഥാനത്തെ ശരിയായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു വലിയ സംഭാവനയാണ് ഈ പഠനം എന്നതിൽ സംശയമില്ല. ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ ലിബറൽ അക്കാദമിക് അസംബന്ധങ്ങളുടെ ഗണത്തിൽ തീർച്ചയായും ഇത് പെടില്ല. സംഘത്തിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭാരതത്തിലെ അടിസ്ഥാന സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലെ കഴിവില്ലായ്മ പ്രകടമാണ്. സംഘം ഒരിക്കലും സ്വയം ഒരു ഏറ്റുമുട്ടൽ നിലപാട് സ്വീകരിക്കുന്നേയില്ല എന്ന് മാത്രമല്ല, സംവാദത്തെ എപ്പോഴും പുലുകുന്നുമുണ്ട് എന്നത് ആൻഡേഴ്സണും ശ്രീധറും വ്യക്തമാക്കുന്നു. പാശ്ചാത്യ സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായി ഹിന്ദുത്വത്തിന്റെ മഹത്തായ ഉൽപ്പന്നമായ സംഘം
വിശാലമായ മനുഷ്യ ശൃംഖലയെ സൂചിപ്പിക്കുന്ന ശാഖ എന്ന പദമാണ് അതിൻ്റെ മുഖ്യ പ്രാഥമിക ഘടനയ്ക്ക് നൽകിയത്. മാത്രമല്ല, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി RSS നിരന്തരം പൊരുത്തപ്പെടുകയും പുനരുജ്ജീവിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളോടും അവരുടെ പ്രശ്നങ്ങളോടുമുള്ള RSSന്റെ വീക്ഷണം ആൻഡേഴ്സണും ഡാംലെയും ചൂണ്ടിക്കാണിക്കുന്നു. RSSൽ ആദ്യം രൂപീകരിക്കപ്പെട്ടത് വനിതാ വിഭാഗമാണെന്ന് മാത്രമല്ല, മറ്റെല്ലാ പരിവാർ സംഘടനകളിൽ ഏറ്റവും സ്വതന്ത്രവുമാണത്. വാസ്തവത്തിൽ ഒരു സമാന്തര സംഘടനയായ രാഷ്ട്ര സേവികാ സമിതി സ്ഥാപിച്ചത് ഒരു വിധവയായിരുന്നു. അതും മഹാരാഷ്ട്ര യാഥാസ്ഥിതികതയിൽ സമൂലമായി ആണ്ടിരുന്ന ദിനങ്ങളിൽ. ഹിന്ദുത്വ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ സംഘം മതപരമായ ഇടങ്ങളിൽ ലിംഗസമത്വത്തിനായി വാദിക്കുന്നു. ഉദാഹരണത്തിന്, സ്ത്രീകൾ പുരോഹിതരായി സേവനമനുഷ്ഠിക്കുന്നത് സംഘം സഹർഷം സ്വാഗതം ചെയ്യുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഇടതുപക്ഷ മുദ്രാവാക്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവ നവോത്ഥാന ശ്രമങ്ങൾ തന്നെയാണ്. RSSന്റെ ഹിന്ദു ആഖ്യാനം എല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാതസ്മരണയിൽ ഏകാത്മതാ സ്തോത്രത്തിലൂടെ വെളിപ്പെടുന്നു. ഇത് ഹിന്ദു ധർമ്മ ചരിത്രത്തിലെ സന്യാസിമാരെയും സാമൂഹിക വിമോചന നായകരെയും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും സ്മരിക്കുന്നു. ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരന്മാർ നടത്തുന്ന ശ്രദ്ധേയമായ നിരീക്ഷണം RSS ക്യാമ്പുകളിൽ സ്വയംസേവകർ ജാതി വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഭക്ഷണമുണ്ടാക്കി വിളമ്പി കഴിക്കുന്നു, പാത്രങ്ങൾ വൃത്തിയാക്കുന്നു എന്ന് മാത്രമല്ല, കക്കൂസുകൾ വരെ കഴുകുകയും ചെയ്യുന്നു എന്നതാണ്. സംഘത്തെ ഒന്നായി നിലനിർത്തുന്നത് എന്താണ് എന്നതിന് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ പ്രധാന ഘടകം സംഘമാണ്. അതിലെ മിക്കവാറും എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളിലും ഉന്നത മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ എന്ന പോലെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന പരിശീലനം ലഭിച്ച 8000-ഓളം പ്രചാരകർ സംഘ കുടുംബാംഗങ്ങളിൽ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം പകരുന്നതോടൊപ്പം വ്യത്യസ്ത വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള 5-ാം അധ്യായം രസകരമായ വായനാനുഭവമാണ്. RSSന്റെ വിമർശകർ എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കളാണ് സംഘടനയെ നിയന്ത്രിക്കുന്നതെന്ന് ആരോപിക്കുമ്പോൾ, താഴേത്തട്ടിൽ ദളിതരും ആദിവാസികൾക്കുമിടയിൽ വിപുലമായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ RSS കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിലവർ വിജയങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് വിവിധ പഠനങ്ങൾ കാണിക്കുന്നു എന്ന് രചയിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. RSSനെ ഒരു പ്രതിഭാസമായി കാണുന്ന ഏറ്റവും മികച്ച പുസ്തകമാണിത്. സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സത്യസന്ധമായി വിലയിരുത്തി നിഷേധാത്മക പ്രചാരണങ്ങളും ഭരണകൂടത്തിന്റെ ശത്രുതാപരമായ മനോഭാവവും ഉണ്ടായിരുന്നിട്ടും സംഘം ഭാരതത്തിലെ ഒരു പ്രതിഭാസമായി മാറിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനുള്ള സമീപനം ഏറെ പ്രശംസനീയമാണ്. സംഘത്തെ ചുറ്റിപ്പറ്റി ഹിന്ദു ഫോബിയ ബാധിച്ച അക്കാദമിക് മീഡിയ വിഭാഗങ്ങൾ കെട്ടിപ്പടുത്ത നിരവധി മിത്തുകളെ തെളിവുകളോടെ ഈ പുസ്തകം പൊളിച്ചെടുക്കുന്നു. 1987 അവരുടെ കൃതിക്കൊപ്പം സംഘം നയിക്കുന്ന ഹിന്ദു നവോത്ഥാനത്തെക്കുറിച്ചുള്ള മുൻവിധികളില്ലാത്ത ഒരു വലിയ സംഭാവനയാണ് ഈ അതുല്യ ഗ്രന്ഥം. കഴിഞ്ഞ 100 വർഷങ്ങളായി ഭാരതത്തിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് പ്രത്യയശാസ്ത്രപരമായ അടിമത്തമില്ലാതെ ഒരു ആധികാരിക ഗ്രന്ഥം പഠനം പുറത്തിറക്കാൻ 2 US അക്കാദമിക വിദഗ്ധർ വേണ്ടി വന്നു എന്നത് ഇന്ത്യൻ അക്കാദമിക വിദഗ്ധരെയും മാധ്യമങ്ങളെയും കുറിച്ചുള്ള സങ്കടകരമായ പ്രതിഫലനമാണ്. വളരെ കുറച്ച് കൃതികൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലാ അക്കാദമിക കൃതികളുടെയും ശ്രദ്ധ 1939 ഗുരുജി ഗോൾവൾക്കറുടെ ഉദ്ധരണി മാത്രമാണ്. മറ്റ് അക്കാദമിക നിരീക്ഷകരിൽ നിന്ന് വാൾട്ടർ ആൻഡേഴ്സനെയും ശ്രീധർ ഡാംലെയും വ്യത്യസ്തരാക്കുന്നത് അവർ യാതൊരു നിക്ഷിപ്ത താല്പര്യങ്ങളുമില്ലാതെ തങ്ങളുടെ പഠനം അവതരിപ്പിക്കുന്നു എന്നതാണ്. RSSനെ ശരിയായി മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവരെ നയിച്ചത് എന്നതിനാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ഹിന്ദു ദേശീയതാ പഠനമാണ് ഈ ഗ്രന്ഥം. ഈ ശ്രദ്ധേയമായ പഠനം എല്ലാവരും വായിക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.